100 വാട്ട്സിന്റെ സബ് വൂഫറും 50 വാട്ട്സിന്റെ 2 സ്പീക്കറും കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ആണിത്. ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് TB21 ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1600 രൂപയാണ്. MT21 എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട്. അത് ഇതിന്റെ പക്ക കോപ്പി വെർഷൻ ആണ്. അതിന് വളരെ പ്രൈസ് കുറവാണ്. ഏതാണ്ട് 1000-1200 രൂപ വില വരുന്നുള്ളൂ. വലുപ്പവും ചെറുതാണ്. അപ്പോൾ ഇതാണ് TB21 ക്ലാസ് ഡി ആംപ്ലിഫയർ. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 100 വാട്ട്സിന്റെ ഒരു സബ് വൂഫർ നമുക്ക് കണക്ട് ചെയ്യാം. 50 വാട്ട്സിന്റെ 2 സ്പീക്കറും കണക്ട് ചെയ്യാം. ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സ് ഉണ്ട്, USB കണക്ട് ചെയ്യാം. ഇത് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. 12 തൊട്ട് 24 വോൾട്ട് വരെ നമുക്ക് DC സപ്ലൈ ഇതിനകത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ 12 വോൾട്ട് 2 ആംപിയറിന്റെ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്താൽ മാത്രം മതി. അഡാപ്റ്റർ ഈ ആംപ്ലിഫയറിന്റെ കൂട്ടത്തിൽ വരുന്നില്ല, സെപ്പറേറ്റ് അത് വാങ്ങണം. അതിന് 150 രൂപ വില വരുന്നുണ്ട്. നമുക്കിത് വണ്ടികളിലൊക്കെ യൂസ് ചെയ്യാം. കാറ്, ഓട്ടോറിക്ഷ, ബസ്, ലോറി എല്ലാത്തിലും യൂസ് ചെയ്യാം. അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു പിൻ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് കണക്ട് ചെയ്ത് നമുക്ക് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലൊക്കെ അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 100 വാട്ട്സിന്റെ സബ് വൂഫർ മാത്രം കണക്ട് ചെയ്യുക. അതിന് മുകളിലോട്ടുള്ള വാട്ട്സ് ഉള്ള സബ് വൂഫർ ഒന്നും കണക്ട് ചെയ്യല്ലേ. സ്പീക്കർ ആണെങ്കിൽ 100 വാട്ട്സിന് താഴെയുള്ള സ്പീക്കർ മാത്രം കണക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ സ്പീക്കർ മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് പഴയതും തുരുമ്പടിച്ചതുമായ സ്പീക്കറും വൂഫറും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഡാമേജ് ആയ സ്പീക്കറും വൂഫറും ഒക്കെ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ട് ഇതിന് കംപ്ലൈന്റ് വരും. സൗണ്ട് കട്ടായി പോകുന്ന കംപ്ലൈന്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല സ്പീക്കർ മാത്രം ഉപയോഗിക്കുക. S എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റിലാണ് നമ്മൾ സബ് വൂഫറിന്റെ വയർ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ L-ഉം R-ഉം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ 2 സ്പീക്കർ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. വളരെ സിമ്പിൾ കണക്ഷനാണ്. ആർക്കും കണക്ട് ചെയ്യാം. ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ S എന്ന് കമന്റ് ചെയ്യുക.